ഒരു ദിവസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എന്നുള്ള കണക്കിന് ഞാൻ എത്തിച്ചെല്ലുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസർക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അത് ഭരണനിർവഹണത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലല്ല, പരസ്പരമായി ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നതിനും അതിലപ്പുറമായിട്ടുള്ള ഒരു സ്നേഹബുദ്ധിയ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സായി ഞാൻ അതിനെ മനസ്സിൽ കാണുകയാണ്. ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെയും സൂപ്രണ്ട് സൂചിപ്പിച്ച പോലെ 3-4 പ്രാവശ്യം വരുവാൻ ഇടയായിട്ടുണ്ട്. ഫാം കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിന് ചില തടസ്സങ്ങൾ സംഭവിച്ചു നിമിത്തമാണ് ആ കാര്യങ്ങളിൽ ഡിലേ വന്നത്. ഏതായാലും ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഈ നാടിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. എന്താണ് എന്ന ചോദ്യത്തിന് ആമുഖമായി ഒരു ഉത്തരം ആർക്കും ലഭ്യമല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്നു ചെന്നാൽ എനിക്ക് പറയുവാനുള്ളത്, ഇവിടുത്തെ ജല സ്രോതസ് എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു ഇടമാണ് ഈ സ്റ്റേറ്റ് സീഡ് ഫാം. 5.27 ഹെക്ടറിൽ പാടിയും വെറ്റ്ലാൻഡുമായി ഇവിടെ ലഭ്യമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെങ്കിൽ ഒരുപക്ഷെ നിറഞ്ഞ കെട്ടിടങ്ങളുടെ സമുച്ചയങ്ങളായി മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് പ്രകൃതിയുടെ വരദാനമായി പ്രകൃതി നിശ്ചയിച്ചതനുസരിച്ച് നിലനിൽക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനം എന്നുള്ള നിലയിൽ സീഡ് ഫാമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് അതിൻ്റെ വൈശിഷ്ട്യത്തെ ചൂണ്ടിക്കാട്ടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിരവധി കർമ്മ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെടുത്തി ത്വരിതപ്പെടുത്തുവാൻ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അടക്കം ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന പ്രൊഫസർ ഷീല സ്റ്റീഫൻ ചെയർമാൻ അടക്കം പ്രസിഡന്റ് അടക്കം മനസ്സിൽ വലിയ ആശയങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പറയാം. ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരും എല്ലാം ഞങ്ങൾക്ക് അടുപ്പമുള്ളവരാണ്, പുതുമയുള്ളവരല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെ സൃഷ്ടിക്കുന്നതിനാണ് ഞങ്ങളെല്ലാം ഒരുമിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടി ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ശോചനീയമായ കെട്ടിടങ്ങളെ പുനരുദ്ധരിച്ചുകൊണ്ട് സൂപ്രണ്ടുമായി ആലോചിച്ചിട്ടുണ്ട്. കൃഷി രീതികൾ, കൃഷിയിടങ്ങൾ, കലപ്പ, കൊയ്ത്ത് സാമഗ്രികൾ, അരിവാള്, തൂക്കുകെട്ടി അടക്കം, പഴയ ത്രാശടക്കം, നാണയങ്ങളടക്കം, നാണയശേഖരങ്ങളടക്കം, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം, എക്യുപ്മെന്റ്സ് ആധുനിക രീതിയിലല്ല, പ്രാചീന രീതിയിലുള്ളത്, അതെല്ലാം എക്സിബിറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം എന്നുള്ള നിലയിൽ ഒരു ഗാലറി സൗകര്യവും, ഒപ്പം തന്നെ തൊടുപുഴ ഏതാണ്ട് 680ഓളം വരുന്ന ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സൈറ്റാണ്. ഇത്ര നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടം അഞ്ചിരിയിലും ഈ തൊടുപുഴയിലും ഉള്ളൂ. ആ ലൊക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു പാടി ഹട്ട് രൂപപ്പെടുത്തിയാൽ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ വലിയ റെന്റ് ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് സാധ്യമാകും എന്നുള്ളതിലപ്പുറമായി നമ്മുടെ പ്രദേശത്തിൻ്റെ ഖ്യാതി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തും എന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഫാം സ്റ്റേ അടക്കം തനതായ ഫാം എന്നുള്ള നിലയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, തേന്, ചെറു